ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എൽ സി ഓസിലേറ്റേഴ്സും ആർ സി ഓസിലേറ്റേഴ്സും ഡിസ്കസ് ചെയ്തു. എൽ സി ഓസിലേറ്റേഴ്സിനും ആർ സി ഓസിലേറ്റേഴ്സിനും ചില കോമൺ ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ ഈ കോമൺ ഡിസ്അഡ്വാൻറ്റേജസ് ഉള്ളതുകൊണ്ട് തന്നെ എ സി ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ പറയുന്ന ഡിസ്അഡ്വാൻറ്റേജ് ഒന്നും ഇല്ലാത്ത ഒരു ഓസിലേറ്ററാണ് ക്രിസ്റ്റൽ ഓസിലേറ്റർ. അപ്പോൾ ആ ക്രിസ്റ്റൽ ഓസിലേറ്ററിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ക്രിസ്റ്റൽ ഓസിലേറ്റർ പറയുന്നതിന് മുൻപായിട്ട് പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു ഫിനോമന എന്താണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ക്വാർട്സ്, ടോർമലൈൻ തുടങ്ങിയിട്ടുള്ള ക്രിസ്റ്റൽസ് കാണിക്കുന്ന ഒരു പ്രത്യേക ഫിനോമനയാണ് പീസോ ഇലക്ട്രിക് എഫക്റ്റ്. ഈ ഫിനോമന കാണിക്കുന്നത് കൊണ്ട് തന്നെ ക്വാർട്സ്, ടോർമലൈൻ പോലുള്ള ക്രിസ്റ്റൽസിനെ നമുക്ക് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ് എന്ന് വിളിക്കാം. എന്താണ് പീസോ ഇലക്ട്രിക് എഫക്റ്റ്? നമ്മൾ ക്വാർട്സ് ക്രിസ്റ്റലിനെ അല്ലെങ്കിൽ ടോർമലൈൻ ക്രിസ്റ്റലിനെ, അതായത് ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കംപ്രസ് ആൻഡ് റിലീസ് അല്ലേ, കംപ്രസ് ചെയ്യുക, റിലീസ് ചെയ്യുക അല്ലേ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ അതൊരു സ്ട്രെയിൻ ഉണ്ടാവും. അതിൽ ഒരു മെക്കാനിക്കൽ സ്ട്രെയിൻ പീരിയോഡിക്കലായിട്ട് അതിലിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് അത് വൈബ്രേറ്റ് ചെയ്യും അല്ലേ. ഈ ക്രിസ്റ്റൽ എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും. ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്രിസ്റ്റലിൽ ഒരു എ സി വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യും. ഈ ഒരു ഫിനോമിനയെ നമ്മൾ പറയുന്ന പേരാണ് പീസോ ഇലക്ട്രിക് എഫക്റ്റ്. പീസോ എന്ന് പറയുന്ന ടേം പ്രഷറുമായിട്ട് റിലേറ്റഡ് ആയതാണ്. ഇലക്ട്രിക് എന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയതാണ് അല്ലേ. അപ്പോൾ ഒരു പ്രഷർ കൊടുത്തിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക, അതാണ് പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മൾ കംപ്രസ് ചെയ്യാം, അങ്ങനെ ഒരു മെക്കാനിക്കൽ സ്ട്രെയിൻ കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ, നമ്മൾ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരും അല്ലേ. പിന്നെ നമ്മൾ കംപ്രസ് ചെയ്യുക, റിലീസ് ചെയ്യുക അല്ലേ. അത് ഒരു ഹൈ ഫ്രീക്വൻസിയിലാണ് നമ്മൾ ഈ കംപ്രസ് ആൻഡ് റിലീസ് പ്രോസസ്സ് നടത്തുന്നത്. അപ്പോൾ അത് വൈബ്രേറ്റ് ചെയ്യും. വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എ സി വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. ഈ ഒരു ഫിനോമിനയെ നമ്മൾ പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്നാണ് പറയുക. ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ് വർക്കിംഗ് അണ്ടർ ദ ബേസിസ് ഓഫ് പീസോ ഇലക്ട്രിക് എഫക്റ്റ്. പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്ന ഫിനോമിനയുടെ അടിസ്ഥാനത്തിലാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണ്? ഫിനോമിന ബൈ വിച്ച് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ് സച്ച് ആസ് ക്വാർട്സ് ഓർ ടോർമലൈൻ compressed or placed under mechanical strain to vibrate, they produce an AC voltage. ക്വാർട്സ്, ടോർമലൈൻ പോലുള്ള പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ് കംപ്രസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ സ്ട്രെയിനിൽ പ്ലേസ് ചെയ്ത് വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചാൽ അതിൽ ഒരു എ സി വോൾട്ടേജ് ഉണ്ടാവുന്ന പ്രതിഭാസത്തെ പറയുന്ന പേരാണ് പീസോ ഇലക്ട്രിക് എഫക്റ്റ്. കംപ്രസ് ചെയ്ത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. The working principle of crystal oscillator is piezoelectric effect അല്ലേ. ക്രിസ്റ്റൽ ഓസിലേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പീസോ ഇലക്ട്രിക് എഫക്റ്റ് ആണ് എന്നുള്ളതാണ്. ഇനി നോക്കുക, പീസോ ഇലക്ട്രിക് എഫക്റ്റിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു ഫിനോമിനയാണ് ഇൻവേഴ്സ് പീസോ ഇലക്ട്രിക് എഫക്റ്റ്. നേരെ തിരിച്ച്, ഇവിടെ നമ്മൾ കംപ്രസ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക ചെയ്യുന്നത് അല്ലേ. ഇവിടെ ഇൻവേഴ്സ് പീസോ ഇലക്ട്രിക് എഫക്റ്റിൽ നമ്മൾ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിൽ വോൾട്ടേജ് അങ്ങോട്ട് അപ്ലൈ ചെയ്യുക ചെയ്യും. ഒരു എ സി വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യാം. എ സി വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? ആ എ സി സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യും പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ. നേരത്തെ നമ്മൾ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചിട്ട് എ സി വോൾട്ടേജ് ഉണ്ടാക്കി, അതാണ് പീസോ ഇലക്ട്രിക് എഫക്റ്റ്. പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസിൽ തന്നെ നമ്മൾ എ സി വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ എ സി വോൾട്ടേജിൻ്റെ ഫ്രീക്വൻസിയിൽ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും. ഈ ഫിനോമിനയെ നമ്മൾ ഇൻവേഴ്സ് പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസിനെ പീസോ ഇലക്ട്രിക് എഫക്റ്റും ഇൻവേഴ്സ് പീസോ ഇലക്ട്രിക് എഫക്റ്റും കാണിക്കാൻ സാധിക്കും. നോക്കുക, ഇഫ് എ സി വോൾട്ടേജ് ഈസ് അപ്ലൈഡ് ഓൺ എ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ സച്ച് ആസ് ക്വാർട്സ്, ടോർമലൈൻ എക്സെട്ര, ഇറ്റ് വിൽ ബി വൈബ്രേറ്റഡ് വിത്ത് എ ഫ്രീക്വൻസി ഓഫ് ദ അപ്ലൈഡ് എ സി സിഗ്നൽ. ദിസ് ഫിനോമിന ഈസ് കോൾഡ് ഇൻവേഴ്സ് പീസോ ഇലക്ട്രിക് എഫക്റ്റ്. ഓക്കെ, ഇൻവേഴ്സ് പീസോ ഇലക്ട്രിക് എഫക്റ്റ് മനസ്സിലായല്ലോ. അപ്പോൾ പീസോ ഇലക്ട്രിക് എഫക്റ്റും ഇൻവേഴ്സ് പീസോ ഇലക്ട്രിക് എഫക്റ്റും വ്യക്തമായിട്ട് മനസ്സിലാക്കുക. മെക്കാനിക്കൽ സ്ട്രെയിൻ കൊടുത്ത് അല്ലേ, കംപ്രസ് ആൻഡ് റിലീസ് ഒക്കെ ചെയ്തിട്ട് വൈബ്രേറ്റ് ചെയ്തിട്ട് എ സി വോൾട്ടേജ് ഉണ്ടാക്കുന്ന ആ ഒരു ഫിനോമിനയാണ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സാണ് പീസോ ഇലക്ട്രിക് എഫക്റ്റ്. എന്നാൽ നേരെ തിരിച്ച് എ സി വോൾട്ടേജ് കൊടുത്തിട്ട് എന്ത് ചെയ്യണു? അതിനെ വൈബ്രേറ്റ് അല്ലേ, എ സി വോൾട്ടേജിനെ കൊടുത്തിട്ട് അതിനെ ആ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്ന ആ പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ്
ഇൻവേഴ്സ് പീസോ ഇലക്ട്രിക് എഫക്റ്റ്. ഓക്കെ, നമ്മുടെ ക്രിസ്റ്റൽ ഓസിലേറ്റർ വർക്ക് ചെയ്യുന്നത് പീസോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസിനെ കുറിച്ചിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് ക്രിസ്റ്റൽ ഓസിലേറ്റർ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസിനെ നമുക്ക് ഇങ്ങനെ ഒരു ഹെക്സാഗണൽ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്യാമെന്ന് കരുതുക. അപ്പോൾ അതിൽ നമുക്ക് 3 ആക്സിസുകൾ കാണാം. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ്. എക്സ് ആക്സിനെ നമ്മൾ വിളിക്കുന്നത് ഇലക്ട്രിക്കൽ ആക്സിസ് എന്നാണ്. വൈ ആക്സിസിനെ നമ്മൾ മെക്കാനിക്കൽ ആക്സിസ് എന്നും സെഡ് ആക്സിസിനെ ഒപ്റ്റിക്കൽ ആക്സിസ് എന്നുമാണ് വിളിക്കുന്നത്. അപ്പോൾ ഹെക്സാഗണൽ ഷേപ്പ്ഡ് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ എടുത്തു കഴിഞ്ഞാൽ 3 ആക്സിസുകൾ, എക്സ് ആക്സിസ് ഇലക്ട്രിക്കൽ ആക്സിസ്, വൈ ആക്സിസ് മെക്കാനിക്കൽ ആക്സിസ്, സെഡ് ആക്സിസ് ഒപ്റ്റിക്കൽ ആക്സിസ്. നമ്മൾ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിനെ കട്ട് ചെയ്യുന്നത് എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണെങ്കിൽ ആ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിനെ നമ്മൾ എക്സ് കട്ട് ക്രിസ്റ്റൽ എന്ന് വിളിക്കും. വൈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണെങ്കിൽ ആ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിനെ നമ്മൾ വൈ കട്ട് ക്രിസ്റ്റൽ എന്ന് വിളിക്കും. സെഡ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ അത് സെഡ് കട്ട് ക്രിസ്റ്റലാണ്. ഓക്കെ, ഇഫ് വി കട്ട് ദ piezoelectric crystal perpendicular to the x-axis, it is known as x-cut crystal. If it is cut perpendicular to y-axis and z-axis, it is known as y-cut crystal and z-cut crystal respectively. Okay, ഇനി നോക്കുക, ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ പീസോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ ഫലമായിട്ട് എ സി വോൾട്ടേജ് നൽകുന്നു എന്ന് കരുതുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനെ കംപ്രസ് റിലീസ് അങ്ങനെ ചെയ്യുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അത് വൈബ്രേറ്റ് ചെയ്യും അല്ലേ. അത് വൈബ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് പിന്നെ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫ്രീക്വൻസി, വൈബ്രേറ്റ് ചെയ്യുന്നതിനൊരു ഫ്രീക്വൻസി ഉണ്ടാവും അല്ലേ, ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ. അതേ ഫ്രീക്വൻസിയിൽ തന്നെയായിരിക്കും നമുക്ക് എ സി വോൾട്ടേജ് കിട്ടുക. എന്തായാലും ആ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ഓഫ് ദ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ പ്ലേസ്ഡ് അണ്ടർ എ മെക്കാനിക്കൽ സ്ട്രെയിൻ എഫ് ഇസ് ഈക്വൽ ടു കെ ബൈ ടി ആണ്. ഓക്കെ, നോക്കുക, ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ഓഫ് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ ഈസ് എഫ് ഇസ് ഈക്വൽ ടു കെ ബൈ ടി. കെ എന്താണ്? കോൺസ്റ്റന്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കട്ട്. നമ്മൾ പറഞ്ഞു എക്സ് കട്ട് ഉണ്ട്, വൈ കട്ട് ഉണ്ട്, സെഡ് കട്ട് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. ഈ കട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് കെ എന്ന് പറയുന്നത്. എക്സ് കട്ടിന് ഒരു പർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും, വൈ കട്ടിന് വേറൊരു വാല്യൂ ആയിരിക്കും അല്ലേ, സെഡ് കട്ടിന് വേറൊരു വാല്യൂ ആയിരിക്കും. അപ്പോൾ കെ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് കട്ടിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ടി എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് ദ ക്രിസ്റ്റൽ. ഓക്കെ, അപ്പോൾ നോക്കുക, ഇവിടെ തിക്നെസ് ഓഫ് ദ ക്രിസ്റ്റൽ ഇവിടെ ഡിനോമിനേറ്ററിലാണ് വരുന്നത്. അപ്പോൾ തിക്നെസ് ഓഫ് ദ ക്രിസ്റ്റൽ കുറയും തോറും ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ അല്ലേ, അല്ലെങ്കിൽ ഫ്രീക്വൻസി ഓഫ് എ സി വോൾട്ടേജ് ഒബ്റ്റൈൻഡ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. പക്ഷേ ഒരു പ്രശ്നമാണ്, അപ്പോൾ ഇത് തിക്നെസ് ഏറ്റവും കുറയുകയാണ് നല്ലത്. പക്ഷേ തിക്നെസ് വല്ലാതെ കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് വൈബ്രേറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്, പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രീക്വൻസിക്ക് ഒരു ലിമിറ്റ് ഉണ്ട് അല്ലേ. തിക്നെസ് കുറച്ചിട്ടാണ് ഫ്രീക്വൻസി കൂട്ടുക അല്ലേ. തിക്നെസ് നമുക്കൊരു പരിധി വരെ മാത്രമേ കുറയ്ക്കാൻ പറ്റുള്ളൂ. കാരണം അതിലും താഴെ കുറച്ച് കഴിഞ്ഞാൽ ഇത് വൈബ്രേറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് പുട്ട് എ ലിമിറ്റ് ഫോർ ദ ഫ്രീക്വൻസി എന്ന് നമുക്ക് പറയാം. നോക്കുക, എക്സ്ട്രീംലി തിൻ ക്രിസ്റ്റൽസ് മേ ബ്രേക്ക് ബിക്കോസ് ഓഫ് വൈബ്രേഷൻ. ദിസ് പുട്ട്സ് എ ലിമിറ്റ് ടു ദ ഫ്രീക്വൻസി അല്ലേ. വളരെ തിന്നായിട്ടുള്ള ക്രിസ്റ്റൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിക്നെസ് വളരെ കുറഞ്ഞ ക്രിസ്റ്റൽസിന് ഹൈ ഫ്രീക്വൻസി ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിലും അതെന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട് അല്ലേ. ദിസ് പുട്ട്സ് എ ലിമിറ്റ് ടു ദ ഫ്രീക്വൻസി. ഇത് ഫ്രീക്വൻസിക്ക് ഒരു ലിമിറ്റ്, ഒരു പരിധി നിശ്ചയിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഫ്രീക്വൻസി ബിറ്റ്വീൻ 25 കിലോ ഹെഡ്സ് ടു 5 മെഗാ ഹെഡ്സ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഫ്രം ദീസ് ക്രിസ്റ്റൽസ് അല്ലേ. 25 കിലോ ഹെഡ്സ് മുതൽ 5 മെഗാ ഹെഡ്സ് വരെയുള്ള ഫ്രീക്വൻസി ആണ് നമുക്ക് ഈ ക്രിസ്റ്റൽസിൽ നിന്ന് ഒബ്റ്റൈൻ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഈ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസിൻ്റെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളാണ്. ഇനി വർക്കിംഗ് ഓഫ് എ ക്വാർട്സ് ക്രിസ്റ്റൽ ഓർ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം പീസോ ഇലക്ട്രിക് എഫക്റ്റ് അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഈ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ 2 പ്ലേറ്റ്സിൻ്റെ ഇടയിൽ പ്ലേസ് ചെയ്യാം, 2 പാരലൽ പ്ലേറ്റ്സിൻ്റെ ഇടയിൽ പ്ലേസ് ചെയ്യാം. 2 പാരലൽ പ്ലേറ്റ്സിൻ്റെ ഇടയിൽ ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കപ്പാസിറ്റർ പോലെ ബിഹേവ് ചെയ്യും. അതിൻ്റെ പ്ലേറ്റിൻ്റെ ഇടയിൽ വയ്ക്കുന്ന ഈ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ ഡൈഇലക്ട്രിക് ആയിട്ടുള്ള ഒരു കപ്പാസിറ്റർ ആയിട്ട് ഇത് ബിഹേവ് ചെയ്യും. ഓക്കെ, എന്നിട്ട്
ഈ കപ്പാസിറ്റർ പ്ലേറ്റുകൾക്കിടയിൽ നമ്മളൊരു എ സി വോൾട്ടേജ് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ആ എ സി വോൾട്ടേജിൻ്റെ ഫ്രീക്വൻസിയിൽ അതിൻ്റെ ഇടയിലുള്ള പാരലൽ പ്ലേറ്റ്സിൻ്റെ ഇടയിലുള്ള ക്വാർട്സ് ക്രിസ്റ്റൽ വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണല്ലോ ഇൻവേഴ്സ് പീസോ ഇലക്ട്രിക് എഫക്റ്റ് പറയുന്നത്. വോൾട്ടേജ് എ സി വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ എ സി വോൾട്ടേജിൻ്റെ ഫ്രീക്വൻസിയിൽ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ വൈബ്രേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ അത്രയും ഫ്രീക്വൻസിയിൽ എന്ത് ചെയ്യാണ്? വൈബ്രേറ്റ് ചെയ്യാണ്. എ സി വോൾട്ടേജിൻ്റെ ഫ്രീക്വൻസിയിൽ അത് വൈബ്രേറ്റ് ചെയ്യാണ്. ഈ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിന് ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. നമ്മൾ അപ്ലൈ ചെയ്യുന്ന എ സി വോൾട്ടേജിൻ്റെ ഫ്രീക്വൻസി പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് ഈക്വലായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്വാർട്സ് ക്രിസ്റ്റൽ വൈബ്രേറ്റ് ചെയ്യുന്നത് ആ പർട്ടിക്കുലർ എ സി വോൾട്ടേജിൻ്റെ ഫ്രീക്വൻസിയിലാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ആ വൈബ്രേറ്റിംഗ് ഫ്രീക്വൻസി അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയുമായിട്ട് ഈക്വൽ ആവും. വൈബ്രേറ്റിംഗ് ഫ്രീക്വൻസി നാച്ചുറൽ ഫ്രീക്വൻസി ആയിട്ട് ഈക്വൽ ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? റെസണൻസ് സംഭവിക്കും. അങ്ങനെ റെസണൻസ് സംഭവിച്ചു കഴിഞ്ഞാൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ നമ്മുടെ ക്രിസ്റ്റൽ വൈബ്രേറ്റ് ചെയ്യും. മനസ്സിലായല്ലോ? ഈ ഒരു നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കത് അറിയാവുന്ന സംഗതിയാണ്. അതിന് ഈക്വലായിട്ട് നമ്മൾ എ സി വോൾട്ടേജിൻ്റെ ഫ്രീക്വൻസി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുകയും നമുക്ക് നല്ലൊരു എന്താ പറയുക ഒരു വൈബ്രേഷൻ അവിടെ കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലാണ് ക്വാർട്സ് ക്രിസ്റ്റൽ സാധാരണ പ്രവർത്തിപ്പിക്കാറുള്ളത്. പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ വൈബ്രേഷനെ അല്ലെങ്കിൽ ഈ ഒരു ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷനെയൊക്കെ ടെമ്പറേച്ചർ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ടെമ്പറേച്ചർ ഇങ്ങനെ മാറി വരുന്നതിനനുസരിച്ചിട്ട് ഈ ഫ്രീക്വൻസി ഇങ്ങനെ മാറി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ സാധാരണ നമ്മളൊരു ടെമ്പറേച്ചർ കൺട്രോൾഡ് ഓവനകത്ത് ഈ ഒരു അറേഞ്ച്മെൻറ്റിനെ പ്ലേസ് ചെയ്യുന്നത് നല്ലതാണ്. അത്രയും കാര്യങ്ങളാണ് വർക്കിംഗ് ഓഫ് എ ക്വാർട്സ് ക്രിസ്റ്റലിൽ പറയാനുള്ളത്. നോക്കുക, ഇത് എ സി ആണ്. പാരലൽ പ്ലേറ്റ്സിൻ്റെ ഇടയിൽ ക്വാർട്സ് ക്രിസ്റ്റൽ വെച്ചിരിക്കുന്നു. ദ ക്രിസ്റ്റൽ ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ടു മെറ്റൽ പ്ലേറ്റ്സ് വിച്ച് ഫോംസ് എ കപ്പാസിറ്റർ വിത്ത് ക്രിസ്റ്റൽ ആസ് ദ ഡൈഇലക്ട്രിക്. If an AC voltage is applied across the plates, the crystal starts to vibrate with a frequency of applied voltage. The frequency of applied voltage is made equal to the natural frequency of the crystal. Resonance take place and crystal vibration reach a maximum amplitude. This natural frequency is almost constant. By mounting the crystal on a temperature controlled oven, the effect of temperature can be eliminated. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് വർക്കിംഗ് ഓഫ് എ ക്വാർട്സ് ക്രിസ്റ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ്, ക്രിസ്റ്റൽ ഇക്വിവാലന്റ് സർക്യൂട്ട്. നോക്കുക, ഇതാണ് നമ്മുടെ ക്രിസ്റ്റൽ. രണ്ട് പ്ലേറ്റുകൾക്കിടയിലാണ് വെച്ചിട്ടുള്ളത്. നമ്മളിതിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചിട്ടില്ല എന്ന് കരുതുക. ഈ പറഞ്ഞ രീതിയിൽ വൈബ്രേറ്റ് ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇത് ജസ്റ്റ് ഒരു കപ്പാസിറ്റർ ആയിട്ടാണ് ബിഹേവ് ചെയ്യുക. CM എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റൻസ് ഉള്ള കപ്പാസിറ്റർ ആയിട്ട് നമ്മുടെ ക്രിസ്റ്റൽ ബിഹേവ് ചെയ്യും. ആ CM എന്ന് പറയുന്ന കപ്പാസിറ്റൻസ് നമ്മൾ മൗണ്ടിങ് കപ്പാസിറ്റൻസ് എന്നാ പറയുക. എന്നാൽ അതിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ, നോക്ക്, വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ ജസ്റ്റ് ഈ CM കപ്പാസിറ്റൻസ് ഉള്ള കപ്പാസിറ്ററായിട്ട് മാറി. വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചാൽ ഒരു സീരീസ് LCR സർക്യൂട്ട് ഈ CM കപ്പാസിറ്റൻസിന് പാരലായിട്ട് വരുന്ന അല്ലെങ്കിൽ ഷണ്ടഡ് ആയിട്ട് വരുന്ന ഒരു സർക്യൂട്ടായിട്ട് ഇത് മാറുന്നു. ഓക്കെ, അപ്പോൾ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചിട്ടില്ലെങ്കിൽ ജസ്റ്റ് CM കപ്പാസിറ്റൻസ് ഉള്ള കപ്പാസിറ്ററായിട്ട്, വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ LCR സർക്യൂട്ട് CMന് പാരലായിട്ട് വരുന്ന ഒരു ഇക്വിവാലന്റ് സർക്യൂട്ട് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. When the piezoelectric crystal is not vibrated, its equivalent circuit is a capacitor of capacitance CM, which is known as mounting capacitance. If it vibrates, its equivalent circuit becomes a series LCR circuit shunted by the mounting capacitor CM. LCR സർക്യൂട്ടിനെ CM വെച്ചിട്ട് ഷണ്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ CM ഇങ്ങനെ പാരലായിട്ട് വരിക എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ക്രിസ്റ്റൽ ഇക്വിവാലന്റ് സർക്യൂട്ടിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് എ ക്രിസ്റ്റൽ ആണ് പറയുന്നത്. പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എങ്ങനെയാണ്? നമ്മൾ AC വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ അത് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ആ വൈബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഫ്രീക്വൻസിയുടെ ഒരു ഗ്രാഫാണ് ഈ കാണിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് AC ഓസിലേഷൻസ് നമുക്ക് ലഭിക്കും. ആ AC ഓസിലേഷൻസിൻ്റെ ഫ്രീക്വൻസിയുടെ ഒരു ഗ്രാഫാണ് കാണിച്ചിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ ഫ്രീക്വൻസി അലോങ് X ആക്സിസ് എടുത്തിട്ടുണ്ട്, Y ആക്സിൽ നമ്മൾ ഇമ്പിഡൻസ് ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഫ്രീക്വൻസി, ഇവിടെ ഇമ്പിഡൻസ്. XL എന്ന് പറയുമ്പോൾ ഇൻഡക്റ്റീവ് ഇൻഡക്റ്റൻസ് ആണ്, C എന്ന് പറയുന്നത് കപ്പാസിറ്റീവ് ഇൻഡക്റ്റൻസ് ആണ്. നമുക്ക് നോക്കി നോക്കാം ഗ്രാഫ് എന്താണ് പറയുന്നത് എന്ന്. ലോ ഫ്രീക്വൻസിയിൽ നോക്കി നോക്കുക, ഫ്രീക്വൻസി കുറവായിട്ടുള്ള ഈ ഒരു ഭാഗം അല്ലേ, ഇത്രയൊരു ഭാഗം അവിടെ ഫ്രീക്വൻസി ലോ ആണ്.
അപ്പോൾ ലോ ഫ്രീക്വൻസിയിൽ ഇംപിഡൻസ് ഓഫ് ദ ക്രിസ്റ്റൽ ഈസ് കൺട്രോൾഡ് ബൈ എക്സ്ട്രീംലി ഹൈ വാല്യൂസ് ഓഫ് XCM. നമ്മൾ ഇക്വിവാലന്റ് സർക്യൂട്ടിൽ കണ്ടില്ലേ, ഒരു XCMനെ അത് കഴിഞ്ഞിട്ട് LCR സർക്യൂട്ട് ഇങ്ങനെ പാരലായിട്ട് വരുന്ന സംഭവമാണ് അല്ലേ. അപ്പോൾ ലോ ഫ്രീക്വൻസിയിൽ ഇതിൻ്റെ ഇംപിഡൻസ് ഓഫ് ദ ക്രിസ്റ്റൽ, ആ ക്രിസ്റ്റലിൻ്റെ ഇംപിഡൻസിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ CM കപ്പാസിറ്റൻസ് ഉള്ള കപ്പാസിറ്ററാണ്. ഓക്കെ, അപ്പോൾ CM കപ്പാസിറ്റൻസ് ഉള്ള കപ്പാസിറ്ററിൻ്റെ ഇംപിഡൻസ് ആയിരിക്കും നമ്മുടെ ക്രിസ്റ്റലിൻ്റെ ഒരു ഇംപിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അറ്റ് ലോ ഫ്രീക്വൻസി ഇംപിഡൻസ് ഓഫ് ദ ക്രിസ്റ്റൽ ഈസ് കൺട്രോൾഡ് ബൈ എക്സ്ട്രീംലി ഹൈ വാല്യൂസ് ഓഫ് XCM. ലോ ഫ്രീക്വൻസി ആകുമ്പോൾ കപ്പാസിറ്ററിൻ്റെ ഇംപിഡൻസ് X ഈസ് ഈക്വൽ ടു 1/C ഒമേഗയാണ് ഇക്വേഷൻ. അതായത് ഒമേഗ എന്ന് പറയുന്നത് 2πf ആണല്ലോ, അപ്പോൾ 1/2πfc എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഈ എഫ് വളരെ കുറവാണ്, ഫ്രീക്വൻസി കുറവാണ്. അപ്പോൾ ഈ ഒരു കേസിൽ ഫ്രീക്വൻസി കുറവാകുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ഇംപിഡൻസ് എന്ത് ചെയ്യും, കൂടും അല്ലേ. അപ്പോൾ കപ്പാസിറ്റർ ഇംപിഡൻസ് വളരെ ഹൈ ആയിരിക്കും അല്ലേ. സോ കപ്പാസിറ്റർ ഇംപിഡൻസ് ഈസ് ഹൈ അറ്റ് ലോ ഫ്രീക്വൻസി. ലോ ഫ്രീക്വൻസിയിൽ കപ്പാസിറ്റർ ഇംപിഡൻസ് വളരെ ഹൈ ആയതുകൊണ്ട് ലോ ഫ്രീക്വൻസിയിൽ ക്രിസ്റ്റലിൻ്റെ ഇംപിഡൻസിനെ കൺട്രോൾ ചെയ്യാനായിരിക്കും കപ്പാസിറ്ററിൻ്റെ ഇംപിഡൻസ് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ ക്രിസ്റ്റലിൻ്റെ ഇംപിഡൻസ് ഈസ് ഈക്വൽ ടു ദ ഹൈ ഇംപിഡൻസ് ഓഫ് ദ കപ്പാസിറ്റർ എന്ന് നമുക്ക് പറയാം ലോ ഫ്രീക്വൻസിയിൽ. ഓക്കെ, ഇൻ അതർ വേർഡ്സ് അറ്റ് ലോ ഫ്രീക്വൻസി ഇംപിഡൻസ് ഓഫ് നെറ്റ്വർക്ക് ഈസ് ഹൈ ആൻഡ് ഇറ്റ്സ് കപ്പാസിറ്റി അല്ലേ. ലോ ഫ്രീക്വൻസിയിൽ എന്താണ്, കപ്പാസിറ്റർ ഇംപിഡൻസ് വളരെ കൂടുതലാണ്. അഥവാ നമ്മുടെ ഈ നെറ്റ്വർക്കിൻ്റെ അല്ലേ, നമ്മുടെ ആ ഒരു ഇക്വിവാലന്റ് സർക്യൂട്ട് ഉണ്ടല്ലോ ക്രിസ്റ്റലിൻ്റെ, അതിൻ്റെ ഇംപിഡൻസ് വളരെ ഹൈ ആണ്. അത് കപ്പാസിറ്റീവ് ഇൻ നേച്ചറാണ്. ആ ഒരു പോർഷനാണ് ഈ കാണിച്ചിട്ടുള്ളത് കണ്ടോ. ഇത് വളരെ കൂടുതലാണ് എന്ന് പറയാം നമുക്ക്. കപ്പാസിറ്റർ ഇംപിഡൻസ് ആയിട്ടാണ് വരുന്നത് ഇത്രയും വരെ അല്ലേ, FS വരെ. FS എന്താണെന്ന് നമുക്ക് അടുത്തതായിട്ട് പറയാം. ഇനി നോക്കുക, ഇനി ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഫ്രീക്വൻസി ഇവിടുന്ന് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും, ഈ കപ്പാസിറ്റർ ഇംപിഡൻസ് ഇങ്ങനെ കുറഞ്ഞു വരും അല്ലേ. കപ്പാസിറ്റർ ഇംപിഡൻസ് ഇങ്ങനെ ഡിക്രീസ് ചെയ്ത് വരും. അങ്ങനെ കപ്പാസിറ്റർ ഇംപിഡൻസ് ഡിക്രീസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ LCR ബ്രാഞ്ച് ഉണ്ടല്ലോ, ഈ LCR ബ്രാഞ്ച് അത് റെസണൻറ്റ് ഫ്രീക്വൻസിയിലായിട്ട് മാറും. ഓക്കെ, അപ്പോൾ റെസണൻറ്റ് ഫ്രീക്വൻസി കിട്ടും. കപ്പാസിറ്റർ ഇംപിഡൻസ് കുറയും, എന്നിട്ട് LCR ബ്രാഞ്ച് റെസണൻറ്റ് ഫ്രീക്വൻസിയിലേക്ക് അപ്രോച്ച് ചെയ്യും. ഇനി നോക്കുക, ഇവിടെ ഈ XC ഈസ് ഈക്വൽ ടു XL ആയി കഴിഞ്ഞാൽ, കപ്പാസിറ്റർ ഇംപിഡൻസും ഇൻഡക്ടർ ഇംപിഡൻസും ഈക്വൽ ആയി കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ഒരു LCR ഒരു റെസണൻറ്റ് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യുകയാണ്. ക്രിസ്റ്റൽ ആക്ട് ആസ് എ റെസണൻറ്റ് സർക്യൂട്ട്. ആ പർട്ടിക്കുലർ ഫ്രീക്വൻസിയെ നമ്മൾ പറയുന്ന പേരാണ് സീരീസ് റെസണൻറ്റ് ഫ്രീക്വൻസി FS. FS എത്രയാണ് നോക്ക്, 1/2π√LC. When frequency increases, impedance decreases. Okay. And LCR branch approaches to resonant frequency. At a particular frequency, XC is equal to XL, where the crystal acts as a resonant circuit. That particular frequency is known as series resonant frequency. And the value that 1/2π√LC ആണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന L-ന്റെയും C-ന്റെയും വാല്യൂസ് ആണ് അത് കേട്ടോ. ഇക്വിവാലന്റ് സർക്യൂട്ടിൽ നമ്മൾ കണ്ടില്ലേ. അപ്പോൾ അതാണ് ഈ FS ഇവിടെ വരും. XC is equal to XL ആണ്, സീരീസ് റെസണൻറ്റ് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യുന്നു. സീരീസ് റെസണൻറ്റ് ഫ്രീക്വൻസി FS ഈക്വൽ ടു 1/2π√LCയിലായിരിക്കും അപ്പോൾ അതിൻ്റെ വൈബ്രേഷൻ നടക്കുന്നത്. ഇനി അടുത്ത അത് കഴിഞ്ഞിട്ടുള്ളത് ഈ ഒരു ഭാഗം. ഓക്കെ, ഇനി നമ്മൾ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യണം. FS കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇംപിഡൻസ് ബിക്കം ഇൻഡക്റ്റീവ് അല്ലേ. ഇംപിഡൻസ് എന്തായിട്ട് മാറും, ഇൻഡക്റ്റീവായിട്ട് മാറും. ഇതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം, ഇൻഡക്ടറിൻ്റെ ഇംപിഡൻസ് XL is equal to L ഒമേഗയാണ്. ഇപ്പോൾ ഫ്രീക്വൻസി ഹൈ ഫ്രീക്വൻസിയിൽ XL എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യുമല്ലോ. അപ്പോൾ XL ഇൻക്രീസ് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ ഈ ഒരു ക്രിസ്റ്റലിൻ്റെ ഇംപിഡൻസ് എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് ഇംപിഡൻസ് ആയിട്ട് മാറും. ഓക്കെ, വെൻ ഫ്രീക്വൻസി ഇൻക്രീസസ് ബിയോണ്ട് FS, ദ ഇംപിഡൻസ് ബിക്കം ഇൻഡക്റ്റീവ്. അറ്റ് എ പർട്ടിക്കുലർ ഫ്രീക്വൻസി ക്രിസ്റ്റൽ ആസ് എ പാരലൽ റെസണൻറ്റ് സർക്യൂട്ട്. ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി എത്തുന്ന സമയത്ത് നമ്മളങ്ങനെ ഇൻക്രീസ് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ എത്തുന്ന സമയത്ത് പാരലൽ റെസണൻറ്റ് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. നേരത്തെ സീരീസ് റെസണൻറ്റ് സർക്യൂട്ടായിട്ടാണ് ആക്ട് ചെയ്തത്. പാരലൽ റെസണൻറ്റ് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. അവിടെ ഇംപിഡൻസ് എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും. ഓക്കെ, അവിടെ ആ പർട്ടിക്കുലർ ഫ്രീക്വൻസിയെ നമ്മൾ പറയുന്ന പേരാണ് പാരലൽ റെസണൻറ്റ് ഫ്രീക്വൻസി FP. ഓക്കെ, FP is equal to എത്ര വരുന്നു നോക്ക്, 1/2π√LCT, വേർ CT is equal to CCM/C+CM. C എന്താണ്, നമ്മൾ ഇവിടെ LCR സർക്യൂട്ടിൽ ഉപയോഗിച്ചിട്ടുള്ള ആ കപ്പാസിറ്റൻസ് ആണ്. CM എന്താണ്, ഷണ്ട് ചെയ്ത ആ കപ്പാസിറ്റർ ഉണ്ടല്ലോ, മൗണ്ടിങ് കപ്പാസിറ്റൻസ്, അതാണ്. അപ്പോൾ CCM/C+CM ആണ് CT. പിന്നെ എല്ലാം അറിയാലോ, ഇവിടെ വരുന്ന ഇൻഡക്ടറാണ്. ഇനി ഇവിടെ പാരലൽ റെസണൻറ്റ് ഫ്രീക്വൻസിയും സീരീസ് റെസണൻറ്റ് ഫ്രീക്വൻസിയും അപ്പോൾ നമുക്ക് മനസ്സിലായി. FP ഗ്രേറ്റർ ദാൻ FS ആണ് നമുക്ക് കാണാം അല്ലേ. FP FS കഴിഞ്ഞിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ FP ഗ്രേറ്റർ ദാൻ FS. അപ്പോൾ ഈ ഒരു മൂന്ന് ഭാഗമാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. ഈ നാലാമത്തെ ഒരു ഭാഗം കൂടി ഉണ്ട് അല്ലേ ഈ ഫ്രീക്വൻസി റെസ്പോൺസ് കർവിൽ. അതുകൂടി നമുക്കൊന്ന് നോക്കാം.
ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് ഓഫ് എ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിൻ്റെ ഈ ഒരു ഭാഗം നോക്കുക. നമ്മളിവിടെ ഫ്രീക്വൻസി എഫ് പിനേക്കാളും കൂട്ടുകയാണ്. പാരലൽ റെസൊണൻറ്റ് ഫ്രീക്വൻസിനേക്കാൾ കൂട്ടിക്കഴിഞ്ഞാൽ ഈ ഫ്രീക്വൻസി ഇൻക്രീസസ് ബിയോണ്ട് പാരലൽ റെസൊണൻറ്റ് ഫ്രീക്വൻസി എഫ് പി. ഫ്രീക്വൻസി വല്ലാണ്ട് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ സി എമ്മിൻ്റെ ഇമ്പിഡൻസ് എന്ത് ചെയ്യും? കുറയും അല്ലേ? കാരണം എക്സ് സി എം എന്ന് പറയുന്നത് 1/2π CM ഒമേഗ എന്നായിരിക്കും. ആ ഒമേഗ 2πf ആണ്, അത് ഡിനോമിനേറ്ററിലാണ് വരുന്നത്. അപ്പോൾ എഫ് വല്ലാണ്ട് കൂടിക്കഴിഞ്ഞാൽ ഈ എക്സ് സി എം അല്ലെ ഇമ്പിഡൻസ് ഓഫ് എക്സ് സി എം ഡ്രോപ്പ് ചെയ്യും. ഓക്കെ, ഇമ്പിഡൻസ് വല്ലാണ്ട് കുറയും, 0 ആവും അല്ലേ ഏകദേശം. അപ്പോൾ ഈ ക്രിസ്റ്റൽ ഒരു ഷോർട്ട് സർക്യൂട്ടായിട്ട് മാറും. ക്രിസ്റ്റൽ ഷോർട്ട് സർക്യൂട്ടായിട്ട് മാറുന്നു. ആ ഒരു പോർഷനാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് എ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. 4 ഭാഗങ്ങളും മനസ്സിലാക്കുക. ഇതൊരു ഭാഗം, എഫ് എസ് ഒരു ഭാഗം, ഇതൊരു ഭാഗം, പിന്നെ ഇതൊരു ഭാഗം. അങ്ങനെ 4 ഭാഗങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നോക്കുക, അപ്പോൾ ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരു സീരീസ് റെസൊണൻറ്റ് സർക്യൂട്ടായിട്ടും പാരലൽ റെസൊണൻറ്റ് സർക്യൂട്ടായിട്ടും ആക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സീരീസ് റെസൊണൻറ്റ് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് അത് 1/2π√LC എന്ന് പറയുന്ന ഫ്രീക്വൻസിയോട് കൂടിയിട്ട് വൈബ്രേറ്റ് ചെയ്യും. പാരലൽ റെസൊണൻറ്റ് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് അത് 1/2π√CLT എന്ന് പറയുന്ന ഫ്രീക്വൻസിയിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു എഫ് പി ഗ്രേറ്റർ ദാൻ എഫ് എസ് ആണ്. പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ ക്യാൻ ബി പ്ലേസ്ഡ് ആസ് എ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് പാരലൽ റെസൊണൻറ്റ് സർക്യൂട്ട് ആസ് വെൽ ആസ് സീരീസ് റെസൊണൻറ്റ് സർക്യൂട്ട്. പാരലൽ റെസൊണൻറ്റ് സർക്യൂട്ടിൻ്റെ സ്ഥാനത്തും സീരീസ് റെസൊണൻറ്റ് സർക്യൂട്ടിൻ്റെ സ്ഥാനത്തും പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ ഉപയോഗിക്കാം. ഇറ്റ് ഓപ്പറേറ്റ്സ് വിത്ത് എ ഫ്രീക്വൻസി എഫ് എസ് ഇസ് ഈക്വൽ ടു 1/2π√LC. In place of parallel resonance circuit, it operates with a frequency FP is equal to 1/2π√CLT. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ, അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ചിട്ട് പറയാനുള്ളത്. ഇനി ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു ക്രിസ്റ്റൽ ഓസിലേറ്റർ കൺസ്ട്രക്ട് ചെയ്യുകയാണ്. അതിൻ്റെ സർക്യൂട്ടും അതിൻ്റെ വർക്കിങ്ങും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കൂടി നോക്കണം. അത് നമുക്ക് പരിശോധിക്കാം. പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസിസ്റ്റർ ക്രിസ്റ്റൽ ഓസിലേറ്റർ കൺസ്ട്രക്റ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ സർക്യൂട്ട് നോക്കാം. ഇതാണ് സർക്യൂട്ട്. ഈ സർക്യൂട്ടിന് വളരെ റിസംബിൾ ആയിട്ടുള്ളൊരു സർക്യൂട്ട് നമ്മൾ പഠിച്ചതാണ്, കോൾപിറ്റ് ഓസിലേറ്റർ അല്ലേ. കോൾപിറ്റ് ഓസിലേറ്ററിൽ നിന്ന് ഒരു വ്യത്യാസമേ ഇതിലുള്ളൂ. ഇൻഡക്ടറിൻ്റെ പൊസിഷനിൽ ഇവിടെ നമ്മൾ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, നോക്കുക, ഇവിടെ ഇൻഡക്ടർ ആയിരുന്നു കോൾപിറ്റിൽ. അതിൻ്റെ സ്ഥാനത്ത് നമ്മൾ കപ്പാസിറ്റർ പ്ലേറ്റ്സിൻ്റെ ഇടയിൽ ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ എന്നുള്ള രീതിയിൽ ഈ ഒരു അറേഞ്ച്മെൻറ്റ് നമ്മൾ ഉപയോഗിച്ചു. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ദ സർക്യൂട്ട് ഈസ് വെരി മച്ച് റിസംബിൾ വിത്ത് ദ കോൾപിറ്റ് ഓസിലേറ്റർ. ഓൺലി ഡിഫറൻസ് ഈസ് ഇൻ പ്ലേസ് ഓഫ് ദ ഇൻഡക്ടർ ഇൻ ദ ടാങ്ക് സർക്യൂട്ട് വി പ്ലേസ് ദ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ ഹിയർ. ഇവിടെ നമ്മൾ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലാണ് വെക്കുന്നത് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മുടെ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ പാരലൽ റെസൊണൻറ്റ് ഫ്രീക്വൻസിയിലാണ് വൈബ്രേറ്റ് ചെയ്യുക. ഹിയർ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ vibrates with the parallel resonant frequency. ഓക്കെ, പാരലൽ റെസൊണൻറ്റ് ഫ്രീക്വൻസിയിലാണ് വൈബ്രേറ്റ് ചെയ്യുക. പാരലൽ റെസൊണൻറ്റ് ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇമ്പിഡൻസ് അല്ലേ, അതിൻ്റെ ഇമ്പിഡൻസ് എന്തായിരിക്കും? ഇമ്പിഡൻസ് ഓഫ് ദ ക്രിസ്റ്റൽ ഈസ് വെരി ഹൈ, മാക്സിമം അല്ലെ, ഇമ്പിഡൻസ് ഓഫ് ദ ക്രിസ്റ്റൽ മാക്സിമം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ C1 അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പും വളരെ ഹൈ ആയിരിക്കും. ഓക്കെ, C1 അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പും C2 അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പൊക്കെ വളരെ ഹൈ ആയിരിക്കും. C1 അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പാണ് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട് കിട്ടുക. C2 അക്രോസ് ആയിട്ടുള്ളതാണ് ഫീഡ്ബാക്ക് സിഗ്നൽ ആയിട്ട് കിട്ടുക അല്ലേ. അപ്പോൾ ഇവിടെ ഫീഡ്ബാക്ക് സിഗ്നൽ എന്തായിരിക്കും? വളരെ ഹൈ ആയിരിക്കും. ഓക്കെ, എന്തായാലും ഈ പാരലൽ റെസൊണൻറ്റ് ഫ്രീക്വൻസിയിൽ നിന്നുള്ള ചെറിയ ഡീവിയേഷൻ പോലും ഇവിടെ നമ്മുടെ ക്രിസ്റ്റലിനെ ഷോർട്ട് ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുക എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി. ആ പാരലൽ റെസൊണൻറ്റ് ഫ്രീക്വൻസി തന്നെയായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ AC സിഗ്നലിന് എപ്പോഴും ഉണ്ടാവുക. കാരണം അതിൽ നിന്നുള്ള ചെറിയ ഡീവിയേഷൻ പോലും നമ്മുടെ ക്രിസ്റ്റലിനെ ഷോർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ സോ വി വിൽ ഒബ്റ്റെയിൻ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി ഹിയർ ബിക്കോസ് we obtain parallel resonant frequency as the output frequency. Even a small deviation from it, the crystal becomes short. Okay, അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി വളരെ ഹൈ ആയിരിക്കും എന്നുള്ളത് ഇതിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, പിന്നെ ഇവിടെ 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഫീഡ്ബാക്ക് സിഗ്നലിനുണ്ട് എന്നുള്ളത് നമുക്ക് പറയാം. ട്രാൻസിസ്റ്റർ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. കോൾപിറ്റ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഈ കപ്പാസിറ്റർ വോൾട്ടേജ് ഡിവൈഡർ
അല്ലേ, കപ്പാസിറ്റർ വോൾട്ടേജ് ഡിവൈഡർ എന്ന് വിളിക്കുക ഈ ഒരു സെക്ഷന്, അതും ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. സോ ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് ഈസ് 180 + 180 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആണ് ഫീഡ്ബാക്ക് സിഗ്നലിനുള്ളത്. സോ ഹിയർ പോസിറ്റീവ് ഫീഡ്ബാക്ക് ക്യാൻ ബി എംപ്ലോയിഡ് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിവിടെ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് ഇവിടെ ഉള്ളത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലായല്ലോ പറഞ്ഞത്. ക്രിസ്റ്റൽ ആക്ട് ആസ് ദ പാരലൽ റെസൊണന്റ് ഫ്രീക്വൻസി, പാരലൽ റെസൊണന്റ് ഓസിലേറ്റർ വിത്ത് മാക്സിമം ഇംപെഡൻസ്. So voltage drop across C1 and C2 will be maximum. The feedback signal also will be very maximum. So energy loss can be compensated effectively. So continuous undamped oscillation will be obtained. Then it will oscillate with the parallel resonant frequency. Even from the small deviation from it, the crystal act as the short. So here frequency stability is obtained. Oscillator oscillate with the constant parallel resonant frequency of the crystal. Then here transistor introduce 180 degree phase shift and the capacitor voltage divider introduce 180 degree phase shift. So total 360 degree phase shift is here. So here positive feedback can be observed. Okay, that's all about the circuit and operation of the transistor crystal oscillator. Now advantages എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇവിടെ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഹൈ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി, രണ്ടാമത്തത് ഹൈ ക്വാളിറ്റി ഫാക്ടർ. ക്വാളിറ്റി ഫാക്ടർ വളരെ ഹൈ ആണ്. ഇത് രണ്ടുമാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. ഡിസഡ്വാൻറ്റേജസ് നോക്കാം എന്തെല്ലാം ആണെന്ന്. ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് ദേ ആർ ഫ്രാഗൈൽ ആൻഡ് കൺസീക്വൻ്റ്ലി യൂസ്ഡ് ഇൻ ലോ പവർ സർക്യൂട്ട്. ഇത് അധികം ഉറപ്പൊന്നുമില്ലാത്ത സാധനമാണ് നമ്മുടെ ഈ ക്രിസ്റ്റൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് വല്ലാണ്ട് ഹൈ പവർ സർക്യൂട്ടിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്, പൊട്ടിപ്പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ലോ പവർ സർക്യൂട്ടിലാണ് കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. ദേ ആർ ഫ്രാഗൈൽ ആൻഡ് കൺസീക്വൻ്റ്ലി യൂസ്ഡ് ഇൻ ലോ പവർ സർക്യൂട്ട്. പിന്നെ വേറൊരു കാര്യം, ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ കോൺ ബി ചേഞ്ച്ഡ് അപ്രീഷ്യബിളി അല്ലേ. ഇവിടെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷനെ നമുക്ക് വല്ലാണ്ടൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അല്ലേ. നമുക്ക് കോൺസ്റ്റന്റ് ഫ്രീക്വൻസി ഇവിടെ കിട്ടും. നേരത്തെ നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഫ്രീക്വൻസി നമ്മുടെ ഇഷ്ടാനുസരണം ചേഞ്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, നമ്മൾ വെയിൻ ബ്രിഡ്ജൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ. ഇവിടെ അത് പറ്റില്ല. ഓക്കെ, അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ട്രാൻസിസ്റ്റർ ക്രിസ്റ്റൽ ഓസിലേറ്ററിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി കുറച്ച് പ്രോബ്ലംസ് മാത്രമാണ് ചെയ്യാനുള്ളത്. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.